15 വർഷത്തിനിടെ സംസ്ഥാനത്ത് വൈദ്യുതി അപകടങ്ങളിൽ 3679 പേർ മരിച്ചെന്ന് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ റിപ്പോർട്ട്. 2480 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം 241 പേരാണ് വൈദ്യുതി അപകടങ്ങൾ മരിച്ചതെന്നും കണക്കുകൾ. RB സനൂപ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സനൂപ്, ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണല്ലോ പുറത്തുവരുന്നത്. അമൃത, കഴിഞ്ഞ 15 വർഷത്തെ കണക്ക് ഇലക്ട്രിസിറ്റി ഇൻസ്പെക്ടറേറ്റ് ആണ് പുറത്തുവിട്ടിട്ടുള്ളത്. അതിലാണ് ഈ ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ ഉള്ളത്. ഈ വൈദ്യുതി അപകടങ്ങളിൽ സംസ്ഥാനത്ത് ഈ കഴിഞ്ഞ 15 വർഷത്തിനിടെ മരണപ്പെട്ടത് അതിന്റെ കണക്കാണ്. 3679 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. അതിലുപോലെ പരിക്കേറ്റവർ 2480 പേർ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തെ കണക്ക് മാത്രം എടുത്ത് നോക്കിയാൽ തന്നെ നമുക്കിതിന്റെ എത്രത്തോളം വലുതാണ് ഈ മരണം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ മാർച്ച് 31 വരെയുള്ള കണക്കുകൾ നോക്കിയാൽ കഴിഞ്ഞ ഒരു വർഷത്തെ കണക്കാണ്. അതിൽ തന്നെ 241 പേർക്കാണ് ഈ വൈദ്യുത അപകടങ്ങളിൽ മരണം സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെ ഈ 15 വർഷത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ എല്ലാ വർഷവും 200-ന് മുകളിൽ ആളുകളാണ് ഈ വൈദ്യുത അപകടങ്ങളിൽ മരണപ്പെടുന്നത്. അത് ഈ പറയുന്ന പോലെ ഓരോത്തിനും ഓരോ കാരണമുണ്ട്. ചില അനധികൃത വൈദ്യുതി കമ്പികളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്, അതിൽ സ്പർശിച്ച് മരണപ്പെടുന്നവരുണ്ട്. അതിനോടൊപ്പം തന്നെ വീട്ടിലെ ഗാർഹിക ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് വഴി ഉണ്ടാകുന്ന ഷോക്ക് മറ്റുമൊക്കെ ഏറ്റ് മരണപ്പെടുന്നവരുണ്ട്. അതേപോലെ KCBയുടെ ലൈൻ പൊട്ടി വീണ് മറ്റുമൊക്കെ മരിക്കുന്നവരുണ്ട്. KCBയുടെ ലൈനിന് സമീപത്തായിട്ട് ഇരുമ്പ് തോട്ടിയും മറ്റുമൊക്കെ ഉപയോഗിച്ചതിലൂടെ ഉണ്ടാകുന്ന അപകടത്തെ തുടർന്ന് മരണപ്പെടുന്നവരുണ്ട്. അങ്ങനെ മൊത്തം കണക്ക് നോക്കുകയാണെങ്കിൽ വലിയ ഒരു വിഭാഗം ആളുകൾക്ക് ഇങ്ങനെ വൈദ്യുതി അപകടങ്ങളിൽ ജീവൻ നഷ്ടപ്പെടുന്നു എന്നുള്ളതിന്റെ കണക്ക് തന്നെയാണ് ഇതിൽ വ്യക്തമാക്കുന്നത്. പക്ഷേ പരിഹാര മാർഗങ്ങൾ ഈ കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ ഇതുവരെയായിട്ടും ഉണ്ടായിട്ടില്ല. നമുക്കറിയാം, ഇപ്പോഴും കേരളത്തിൽ ഉപയോഗിക്കുന്നത് അലൂമിനിയം കമ്പികൾ തന്നെയാണ്, അലൂമിനിയം ലൈനുകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അത് ABC-യിലോട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന കവചിതമായിട്ടുള്ള ലൈനുകളിലേക്കൊക്കെ മാറ്റിയാൽ തന്നെ ഈ അപകടങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാൻ കഴിയുന്നതാണ്. ഗാർഹിക ഉപകരണങ്ങൾ അത് വീട്ടുകാർ തന്നെ ശ്രദ്ധിക്കേണ്ടത്. പക്ഷേ ഈ KCBയുടെ ഈ ലൈനുകളിൽ നിന്ന് ഷോക്കേറ്റ് മരിക്കുന്നവരുടെ എണ്ണമെങ്കിലും കുറയ്ക്കാൻ കഴിയണമെങ്കിൽ അതൊക്കെ ഇൻസുലേറ്റഡ് ലൈനിലേക്ക് മാറ്റേണ്ടതുണ്ട്. അല്ലെങ്കിൽ അപകടങ്ങൾ ഇനിയും കൂടുമെന്നുള്ളതാണ് ഈ കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഈ ഒരു വർഷത്തിനിടെ KCBയുടെ ജീവനക്കാർക്ക് തന്നെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ലൈനിൽ അറ്റകുറ്റപ്പണിയൊക്കെ നടത്തുന്നത് വഴി മരണപ്പെട്ടവർ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 9 KCBയിലെ സ്ഥിരം ജീവനക്കാർക്ക് ജീവഹാനി ഉണ്ടായിട്ടുണ്ട്. കോൺട്രാക്ട് സ്റ്റാഫുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ 10 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, കൊല്ലത്തെ മിഥുൻ എന്ന 8ാം ക്ലാസ്സുകാരൻ മരണപ്പെട്ട കാര്യം, അതേപോലെ ഇന്ന് രാവിലെ നെടുമങ്ങാട് ഒരു യുവാവ് മരണപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള കാര്യം, ഇതെല്ലാം തന്നെ വഴി ചൂണ്ടുന്നത് കേരളത്തിൽ ഇതുവരെയായിട്ടും ഈ വൈദ്യുതി അപകടങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ട പരിഹാര മാർഗങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നതിന്റെ തെളിവാണ്. മാത്രമല്ല, ഒരു വീഴ്ച സംഭവിക്കുമ്പോൾ അവിടെ ഏത് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യണം എന്ന കാര്യത്തിൽ മാത്രമാണ് ചർച്ച നടക്കുന്നത്. ഇതിനു വേണ്ട പരിഹാര മാർഗങ്ങളിലേക്ക് ഇതുവരെയായിട്ടും ഒരു ചർച്ചയും വന്നിട്ടുമില്ല. RB സനൂപാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേള.